നമസ്കാരം, TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ സമാപിച്ചു. ഈ മാസം 26 മുതൽ 31 വരെ 6 വിഷയങ്ങളിലാണ് പരീക്ഷ നടന്നത്. 460ഓളം പഠിതാക്കൾ പരീക്ഷ എഴുതി. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷ സ്കൂൾ പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് താനൂർ സോൺ കമ്മിറ്റി മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. താനൂർ പകര സുന്നി സെന്ററിൽ നടന്ന ശില്പശാല കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ സെക്രട്ടറി ബഷീർ ഹാജി പടിക്കൽ ഉദ്ഘാടനം ചെയ്തു. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഓങ്ങൽ മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി അനുമോദിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS സൽമത്ത് ഉദ്ഘാടനം ചെയ്തു. ചെറിയമുണ്ടം പഞ്ചായത്തിലെ 1-2 വാർഡുകളിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തിരൂരിലെ മാധ്യമ കൂട്ടായ്മക്ക് പുതിയ നേതൃത്വം. കഴിഞ്ഞ ദിവസം ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. യോഗത്തിൽ P മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഒഴൂർ പഞ്ചായത്ത് 13-ാം വാർഡിൽ കുമ്പാര കോളനിയിലെ തലാപ്പിൽ രാജന്റെ കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടിട്ടും അധികൃതർ കണ്ണടയ്ക്കും. ഷീറ്റ് മറച്ച കൂരയിൽ കഴിയുന്ന ഈ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ജനപ്രതിനിധികളോ പൊതുപ്രവർത്തകരോ എത്തിയില്ല. ഒരാഴ്ച മുമ്പ് 2 പെൺമക്കളടങ്ങിയ കുടുംബത്തിന്റെ പ്രയാസങ്ങളെക്കുറിച്ച് വാർത്ത നൽകി. സ്നേഹനിധി ചാരിറ്റബിൾ സൊസൈറ്റി പാറശ്ശേരിയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തിരൂർ SI ജലീൽ കറുത്തെടുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രക്തദാന ജീവകാരുണ്യ സംഘടനയായ RBK അവാർഡിന് അർഹനായ സാദിഖ് പാറശ്ശേരിയെ ചടങ്ങിൽ ആദരിച്ചു. അതിവേഗ റെയിൽവേ വരുന്നതോടെ തിരുനാവായയിലെ ചരിത്രശേഷിപ്പുകൾ ഇല്ലാതാകുമെന്ന ആക്ഷൻ കമ്മിറ്റി. സൗത്ത് പല്ലാർ ആക്ഷൻ കമ്മിറ്റി UDF ഉപസമിതിക്ക് പരാതി സമർപ്പിച്ചു. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ 3 പേർ കൂടി പിടിയിലായി. എടവണ്ണ മുണ്ടേങ്കര സ്വദേശികളായ ഒടമുണ്ട ജൈസൽ, കൊളപ്പാടൻ നിസാം, കോഴിക്കോട് കൊടുവള്ളി വാവാട് സ്വദേശി കൊന്നോത്ത് റിയാസ് എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വടക്കേങ്ങാടി പാവം പ്രവാസി ചാരിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വഴിയാത്രക്കാർക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. ഷാജഹാൻ മുലശ്ശേരി, ഷെഫീഖ്, സൈദലവി, നിസാർ, കുഞ്ഞുമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടുകൂടി ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.